സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് മുമ്പ് സംസാരിച്ച പല നേതാക്കളും പറഞ്ഞു, അവർ പല ഘട്ടങ്ങളിലായി മർക്കസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും നിരന്തരം ഇവിടെ സന്ദർശിക്കുന്നവരുമാണ്. എന്നാൽ ഞാൻ ആദ്യമായിട്ടാണ് മർക്കസ് സഖാഫത്തിന്റെ പ്രവേശിക്കുന്നത്. ആ പ്രവേശനത്തിൽ മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഉസ്താദിനോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായി. ഏതായാലും ഇന്ത്യയിലെ തന്നെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട്, എന്നാൽ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും ഉറച്ചു നിന്ന് ഭീകരവാദ, തീവ്രവാദ, വർഗീയ വിരുദ്ധ മനോഭാവമെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന മുൻനിര ക്യാമ്പസുകളിൽ ഒന്നാണ് മർക്കസു സഖാഫത്തു സുന്നിയ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടായത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കില്ല, കാരണം പ്രസംഗത്തേക്കാൾ സാന്നിധ്യമാണ് വലുത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളല്ല, എന്നാൽ തീവ്രവാദികൾ മുഴുവൻ മുസ്ലിങ്ങളാണ് എന്നൊരു നിലപാട് പലരും സ്വീകരിച്ചു വരുന്നുണ്ട്. അത് ശരിയല്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നമ്മെ ബോധ്യപ്പെടുത്തിയത്. ഇന്ന് തീവ്രവാദം ഒരു വലിയ പ്രശ്നമാണ്, ഭീകരവാദം ഒരു പ്രതിസന്ധിയാണ്. അതിലുപരി ആഭ്യന്തരമായി നടക്കുന്ന വേറെയും പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ഇന്ത്യയിലെ 1/3 ജില്ലകൾ, വിവിധ സംസ്ഥാനങ്ങളിലായി ഇന്ത്യയിലെ 1/3 ജില്ലകളിൽ, ചിലപ്പോൾ അത് 1/1 എന്നും വിശേഷിപ്പിക്കാൻ പറ്റും, നക്സൽ പ്രസ്ഥാനത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ഗ്രാമങ്ങളിലാണ് പ്രധാനമായും നടക്കുന്നത്. ഈ അടുത്ത് ലഭിച്ചിട്ടുള്ള ഔദ്യോഗികമായൊരു കണക്കനുസരിച്ച് ഒരു പോരാട്ടത്തിൽ 100 നക്സലൈറ്റുകൾ മരിക്കുമ്പോൾ ആ പോരാട്ടത്തിൽ 300 CRPFന്റെ അല്ലെങ്കിൽ പോലീസിന്റെ അംഗങ്ങൾ മരിക്കുന്നു. അപ്പോൾ ഇരട്ടി അല്ലെങ്കിൽ അതിൽ ഉപരി പോലീസ്, CRPF, ആംഡ് ഫോഴ്സസ് മരിക്കുമ്പോൾ അതിൻ്റെ പകുതിയുടെ പകുതി മാത്രമാണ് നക്സൽ പ്രസ്ഥാനത്തിൽ ഉള്ളവർ മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പോരാട്ടങ്ങളിൽ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ വരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് കാശ്മീരിലെ ഭീകരവാദ പ്രവർത്തനവും. JKLF എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപം കൊണ്ടത് ജമ്മു കാശ്മീർ ലിബറേഷന് വേണ്ടിയിട്ടാണ്, കാശ്മീരിനെ മോചിപ്പിക്കാനാണ്. പക്ഷെ ഇന്ന് അവിടുത്തെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾ നടക്കുന്നത് JKLF പിളർന്നുണ്ടായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ തമ്മിലാണ്. പോലീസിൽ നിന്നും പട്ടാളത്തിൽ നിന്നും വെടിയേറ്റ് മരിക്കുന്നവരെക്കാൾ കൂടുതൽ പരസ്പരം പോരാടി മരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ശോചനീയമായ അവസ്ഥ. മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള പോരാട്ടമാണ് അവിടെ കൂടുതൽ നടക്കുന്നത്. അതാണ് അവിടെ ഒരു ഭീകരവാദ പ്രവർത്തനത്തിനൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന വ്യക്തി പിന്നീട് ബോധ്യപ്പെടുത്തിയ ഒരു വസ്തുത
മുല്ലപ്പള്ളി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ധാരാളം ആഭ്യന്തര പ്രശ്നങ്ങൾ, അതിൽ ഭീകരവാദത്തിന് മതമില്ല എന്ന് പറയുന്ന സത്യം ആണ് നമുക്കിവിടെ വിളിച്ചു പറയാനുള്ളത്. മുസ്ലിം ഭീകരവാദം എന്ന് പ്രയോഗം ശരിയാണോ? ഇപ്പോൾ കാവി ഭീകരവാദം എന്ന് പറഞ്ഞപ്പോഴേക്കും RSSന്റെ ഭാഗത്ത് നിന്നും ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മുസ്ലിം ഭീകരവാദം എന്ന് പറയുന്നത് ശരിയാണോ? ഭീകരവാദത്തെ മൊത്തത്തിൽ നേരിടാൻ ഇവിടുത്തെ ഒരു ചെറിയ വിഭാഗം ആളുകൾ നടത്തുന്ന ക്രൂരതകളെ മൊത്തത്തിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ ക്യാമ്പസിൽ ആ ഭീകരവാദ പ്രവർത്തനങ്ങളെ ചെറുക്കാൻ ഒരു വലിയ യുവനിരയെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതാണ് നമുക്ക് മാതൃകയായി ലോകത്തിനോട് പറയാനുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ പല പോരാട്ടങ്ങളിലും ഒരുപോലെ ചിന്തിക്കുന്നു. ഇവിടെ ചില ആളുകൾ പറയുന്നു, മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവർ നമുക്കിടയിൽ തന്നെയുണ്ട്. ഹുക്കുമത്തെ ഇലാഹിയും ഇഖാമത്തുദ്ദീനും സംസാരിക്കുന്ന ആളുകളുണ്ട്. തെരഞ്ഞെടുപ്പിനെ, ജനാധിപത്യത്തെ ബഹിഷ്കരിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നീട് അവർ ജനാധിപത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വരുമ്പോഴും ഈ ഭീകരവാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന പുസ്തകങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലഘുലേഖകളും പിൻവലിക്കാൻ അവരിന്നും സന്നദ്ധമായിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരുപോലെ ചിന്തിക്കുന്നവരാണ് നമ്മളൊക്കെ എന്നുള്ളതുകൊണ്ട് ഭാവിയിൽ അങ്ങനെയുള്ള പോരാട്ടങ്ങളിൽ ഒരു പൊതുസമൂഹമായി നിൽക്കാൻ, നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.